യെസ്, നേരെ നോക്കിയിരുന്നോളൂ. കോർഡിനേറ്റ്സ് എന്ന ചാപ്റ്ററിലെ അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഈ സർക്കിളിന്റെ സെന്റർ എന്ന് പറയുന്നത് ഒറിജിൻ ആണ്. എന്താണ് ഈ ഒറിജിൻ എന്ന് പറഞ്ഞാല്? ഒറിജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 0 ആണ് അതിന്റെ കോർഡിനേറ്റ് എന്നാണ് മീനിങ്. സോ ഇതിന്റെ സെന്റർ 0 0 ആണ്. ഇതിന്റെ സെന്റർ 0 0 ആണ്. സോ ഈ സാധനല്ലേ, ഈ ലെങ്ത്, അതിനെ പറയുന്ന പേരാണ് റേഡിയസ്. എന്താ പറയാ? സോ ഇവിടെ റേഡിയസ് കാണുക എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഡിസ്റ്റൻസ് ആ കാണുന്നുണ്ട്. ഈ ഓയും ഇപ്പൊ ഇവിടെ ഒരു എ എന്ന് പറഞ്ഞ പോയിന്റ് കൊടുക്കുകയാണ്. ഓയും എയും തമ്മിലുള്ള ഡിസ്റ്റൻസ് നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ പഠിപ്പിച്ചു ഡിസ്റ്റൻസ് കാണാന്. ഓ ഉണ്ട്, എ ഉണ്ട്. ഓ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഓ 0 0 ആണെന്ന് മനസ്സിലായത്? ഒറിജിൻ. സോ ഓ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 0. ഓ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 0. വാട്ട് ഈസ് എ? 3 4. ഓ എന്ന് പറഞ്ഞ ഈ ഡിസ്റ്റൻസിനെ പറയുന്ന പേരെന്താ? ഓ എന്ന് പറഞ്ഞ ഈ ഡിസ്റ്റൻസിനെ പറയുന്ന പേരെന്താണ്? ഇതാ ഓ എന്ന് പറഞ്ഞ ഈ ഡിസ്റ്റൻസിനെ പറയുന്ന പേരെന്താണ്? അത് മറ്റൊന്നുമല്ല, അതിനെ പറയുന്ന പേരാണ് റേഡിയസ്. എന്താ പറയാ? റേഡിയസ്. സോ വേഗം ചെയ്തോ, ഓയും എയും തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണുക. വെരി ഈസി ആണ്. 3 - 0 ഹോൾ സ്ക്വയർ പ്ലസ് 4 - 0 ഹോൾ സ്ക്വയർ. ആ 0 എഴുതേണ്ട ആവശ്യമില്ല. എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇതങ്ങനെ എഴുതിയാൽ മതി. 3 - 0 എന്ന് പറഞ്ഞാൽ 3 തന്നെ അല്ലേ? സോ 3 - 0 ഹോൾ സ്ക്വയർ എന്ന് വേണമെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടിട്ട് മാത്രം എഴുതുകയാണ്. അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. 3 - 0 ഹോൾ സ്ക്വയർ 4 ചെയ്തോ 4 പറയണ 4 - 0 ഹോൾ സ്ക്വയർ എഴുതേണ്ട ആവശ്യമുണ്ടോ? ആ 0 ഒന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. 3 എന്നതിന്റെ സ്ക്വയർ എത്രയാണ്? 3 എന്നതിന്റെ സ്ക്വയർ എത്രയാണ്? 9. എഴുതിക്കോളൂ. 3 എന്നതിന്റെ സ്ക്വയർ 9. 4 എന്നതിന്റെ സ്ക്വയർ എത്രയാണ്? 16. സോ വാട്ട് ഈസ് ആൻസർ? 9 + 16 എന്ന് പറഞ്ഞാൽ ആൻസർ എത്രയാണ്? √25. വാട്ട് ഈസ് √25? 5. സോ അവിടെ റേഡിയസിന്റെ അവിടെ കൊണ്ടുപോയി എഴുതി വെക്ക്. റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ആണ്. അവിടെ റേഡിയസിന്റെ അവിടെ എഴുതി വെച്ചോളൂ. റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 സെന്റിമീറ്റർ ആണ്. റെഡി അല്ലേ? റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 സെന്റിമീറ്റർ ആണ്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ആണ്. ക്ലിയർ അല്ലേ? അതിലെ ബി ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. വെയിറ്റ്, ഇതൊന്ന് പറയട്ടെ കേട്ടോ. ബി ക്വസ്റ്റ്യൻ അത് വരും. ബി ക്വസ്റ്റ്യൻ ഇതാണ്. കട്ട് എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ ശരിക്കും നിങ്ങൾ ജോമെട്രി ആൻഡ് ആൾജിബ്രയില് ഇക്വേഷൻ ഓഫ് സർക്കിൾ എഴുതിയിട്ട് കട്ട് എക്സ് ആക്സിസ് അല്ലേ? അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കട്ട് എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാലേ റേഡിയസ് എത്ര? 5. റേഡിയസ് 5 ആണെങ്കിൽ കട്ട് എക്സ് ആക്സിസ് 50 എന്ന് എഴുതിയാൽ മതി. കത്തിയോ? റേഡിയസ് 5 ആണെങ്കിൽ കട്ട് എക്സ് ആക്സിസ് എന്ന് വെച്ചാൽ കണ്ടോ, ഈ ഡിസ്റ്റൻസിൽ ആ എക്സ് ആക്സിസുമായി ഡിസ്റ്റൻസ് അതും 5 അല്ലേ? അപ്പൊ അവിടുത്തെ പോയിന്റ് 5 ഉണ്ട്. 50 എന്നാ വരിക? 50. ലെഫ്റ്റിൽ എന്താ വരിക? റൈറ്റിൽ 50. ലെഫ്റ്റിൽ എന്താ വരിക? റൈറ്റിൽ 50 -50. ഞാൻ അങ്ങനെ അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ -50. മുകളിൽ എന്താ വരിക? മുകളില് 0.5. താഴെ എന്താ വരിക? 0 - 5. വെരി ഗുഡ്. 0.5 ആണ് മുകളിൽ വരിക. താഴെ 0 - 5 ആണ് വരിക. റിപ്പീറ്റ് ചെയ്യാട്ടോ, റിപ്പീറ്റ് ചെയ്യാ. ഡോണ്ട് വറി. ഇനി ഈ ക്വസ്റ്റ്യൻ ഇതിൽ കട്ട് എക്സ് ആക്സിസ് എന്ന് വെച്ചാല് പോയിന്റുകൾ കണ്ടുപിടിക്കാനാണ്. ഏതൊക്കെയാണ് പോയിന്റുകൾ? 50 - 50. ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? 50 and -50 ആണ് കേട്ടോ. 50 and -50. 50യും -50യും ഇങ്ങനെയാണ് മനസ്സിലാക്കുക. ഈ സാധനം ഇവിടെ ഇരിക്കുന്നത് റേഡിയസ് ആണ്. അപ്പൊ 5 ഉണ്ടെങ്കിൽ ഇവിടെ 50 വരും. ഇതുവരെ റേഡിയസ് 5 ആണ്, പക്ഷെ ലെഫ്റ്റില് -50 ആണ് വരിക. റൈറ്റില് പോസിറ്റീവ്, ലെഫ്റ്റില് നെഗറ്റീവ്. അടുത്തത് വെയിറ്റ്. സി ക്വസ്റ്റ്യന്റെ ആൻസർ ഇതാണ്. ഓ എഴുത്. സി ക്വസ്റ്റ്യന്റെ ആൻസർ എഴുത്. ഓ എന്ന് പറയുന്നത് 0 0. സി ക്വസ്റ്റ്യന്റെ ആൻസർ ചെയ്ത് ഓ എന്ന് പറയുന്നത് 0 0.
നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പോയിന്റ് ഒരു ബി എന്ന് എടുത്തോ, -1 -5. ഞാൻ OB ഒന്ന് വേഗം കണ്ടുപിടിച്ച, OB ഒന്ന് വേഗം കണ്ടുപിടിക്കേ, OB ഒന്ന് നിങ്ങൾ വേഗം കണ്ടുപിടിച്ച. ഇങ്ങനെ O എന്ന് പറയുന്നത് 0 0 സെന്റർ തന്നെ, B എന്ന് പറയുന്നത് -1 -5 എടുക്കുക. ഈ OB ഒന്ന് നിങ്ങൾ കണ്ടുപിടിച്ച് നോക്ക്, എത്ര കിട്ടുന്നത്? ആ 0 ഒന്ന് മൈനസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. -1 സ്ക്വയർ -5 സ്ക്വയർ എന്ന് ചെയ്താൽ മതി. മൈനസ് ഇങ്ങനെ -1 -0 എന്ന് പറഞ്ഞാൽ -1 സ്ക്വയർ, -5 -0 എന്ന് പറഞ്ഞാൽ -5 സ്ക്വയർ. -1 സ്ക്വയർ എത്ര? 1. -5 സ്ക്വയർ എത്ര? 25. ആൻസർ √26 ആണ് കിട്ടുന്നത്. റേഡിയസിനേക്കാൾ വലിയ മെഷർ കിട്ടാതെ എങ്കിൽ അത് ഇൻസൈഡ് ആണോ ഔട്ട്സൈഡ് ആണോ? ഔട്ട്സൈഡ് ആണ്. ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. റേഡിയസ് കിട്ടുകയാണെങ്കിൽ ഓൺ ദ സർക്കിൾ, റേഡിയസിനേക്കാൾ വലുത് കിട്ടുകയാണെങ്കിൽ അത് എവിടെയാണ്? ഔട്ട്സൈഡ്. റേഡിയസിനേക്കാൾ അതായത് √25 കുറവ് കിട്ടുകയാണെങ്കിൽ അത് എവിടെയാണ്? ഇൻസൈഡ്. ഇത് വേഗം ഒന്ന് പഠിക്ക്. നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളത് ഞാൻ ക്ലിയർ ചെയ്ത് തരാം.